ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് റാണി ഫോറസ്റ്റ് ഡിവിഷനിലാണ്. ഇവിടെ നമ്മൾ സ്നേക്ക് ബൈറ്റിനെ കുറിച്ച് അറിയണതിൻ്റെ ഒപ്പം തന്നെ അതിനേക്കാട്ടിലും മുമ്പ് തന്നെ സ്നേക്ക് ബൈറ്റിനെ കുറിച്ച് അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കി അതേ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ റാണി ഫോറസ്റ്റ് ഡിവിഷൻ. നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഈ ഒരു കൊല്ലം നമ്മൾ ഈ പാമ്പുകടിയെ കുറിച്ച് ഭയങ്കരമായിട്ട് മീഡിയ കവറേജ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലാണെങ്കിലും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ. അപ്പം ഇത് കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 കൊല്ലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ഇൻക്രീസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ള സ്നേക്ക് ബൈറ്റ് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒത്തിരി വളരെ കൂടിയിട്ടുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ? നമ്മൾ 2021 സർപ്പ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് വളരെ കുറവായിരുന്നു. അന്ന് വളരെ അധികം 150-200 മുകളിലുള്ള സ്നേക്ക് ബൈറ്റിനെ നമ്മൾ കഴിഞ്ഞ വർഷം അന്നുണ്ടായിരുന്ന ഡെത്തിനെ 18ലേക്ക് നമ്മൾ എത്തിച്ചു. പക്ഷേ അത് ആരും അറിഞ്ഞില്ല അങ്ങനെ എത്തിയത്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്തിടെ കുറച്ച് സ്നേക്ക് ബൈറ്റ്സ് ഇൻസിഡൻസ് ഉണ്ടായപ്പോൾ ഇത് വളരെയധികം മീഡിയ അറ്റൻഷൻ പിടിച്ചു പറ്റുകയും അതിന് ഒരു വലിയ ഹൈപ്പ് വരികയും ചെയ്തു. അത് തീർച്ചയായിട്ടും അതിൻ്റെ 2 സൈഡിലും നമുക്ക് എടുക്കാം. കാരണം അത് റിപ്പോർട്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആളുകൾക്ക് അവയർനെസ് കൂടുമ്പോൾ റിപ്പോർട്ടിങ് കൂടും. അപ്പോൾ ഓരോ ഇൻസിഡൻറ്റും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് ഡെഫിനറ്റ്ലി മീഡിയ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നു. അപ്പോൾ മീഡിയയിൽ അത് വരുമ്പോൾ അത് കുറച്ചൊരു പാനിക് സിറ്റുവേഷൻ ചില ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിനൊരു പോസിറ്റീവ് സൈഡിലാണ് എടുക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ മീഡിയയിൽ വരുന്നതോടുകൂടി അത്രയും ജനങ്ങൾ അതിനെപ്പറ്റി അവെയർ ആവുകയും കൂടുതൽ ഈ സ്നേക്ക് ബൈറ്റ് ഇൻസിഡൻസിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജനറലി ഈ ഒരു ഇൻസിഡൻസ് നമ്മൾ കൂടിയതായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മുടെ കണക്കുകൾ കാണിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ വർഷത്തേലും ഈ വർഷം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം അങ്ങനെ ഒരു അസസ്മെൻറ്റ് എടുക്കാനുള്ള സമയമായിട്ടില്ല. വേനൽക്കാലത്ത് ഡെഫിനറ്റ്ലി ഇൻസിഡൻസ് കൂടുതലാണ്. അത് കഴിഞ്ഞ വർഷം കൂടുതലാണ്, അതിന് മുൻ വർഷങ്ങളിൽ കൂടുതലാണ്. പക്ഷേ ഗ്രാജുവലി ഇറ്റ്സ് കമ്മിങ് ഡൗൺ, താഴത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്.